ഇതൊരു അൾട്രാ ഫെയിലായിപ്പോയ ഒരു കളിയാണ് ഗൈസ്. ആട്ടപാടല മൂഞ്ചിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 8 നിലയിൽ ഞാനങ്ങ് മൂഞ്ചി അങ്ങ് ഒട്ടിപ്പോയ ഒരു കളിയാണിത്. നമുക്ക് ഈ പ്രോ പ്ലെയർ ലെവൽ കളി മാത്രം കണ്ടാൽ പോരല്ല, വല്ലപ്പോഴേക്കും മൂഞ്ചുന്ന കളികളും കൂടെ നമ്മൾ കാണണമല്ലോ. ഏത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ്, ഒരിക്കലും ഞാൻ ഒരു പ്രോ അല്ല ഗൈസ്. ഞാൻ ഈ യൂട്യൂബ് തുടങ്ങി തന്നെ എനിക്കെന്തെങ്കിലും അവരത് ചിരിക്കാനാണ്. ഇതൊക്കെ ഒരു രസമല്ലേ. ഞാൻ ഇത് റാൻഡമായിട്ടുള്ള ഭായിമാരാണ് കേട്ടോ. എനിക്ക് ഒരു പിടുത്തമില്ല ആരൊക്കെയാണ്. ഞാനിപ്പോൾ കൂടുതൽ ഭായിമാരുടെ കളിക്കുമല്ലോ, കാരണം നെറ്റ് സ്റ്റേബിളായിട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് ഭായിമാരെ കൊണ്ടാണ് ഞാൻ പോകല് കൂടുതൽ. അപ്പോൾ കാരണം ഞാൻ ഇതൊക്കെ വെളുപ്പാങ്കാലത്തെ കളികളാണ്. അതായത് ഇപ്പോൾ തന്നെ ഡബ് ചെയ്ത് ഞാൻ ഉച്ചയ്ക്കാകുമ്പോൾ അങ്ങോട്ട് കയറ്റി വിടുന്നതാണ്. ഇതാണ് ഞാൻ ഇതിനിടയിൽ ഞാൻ തോക്ക് തന്നെ വാങ്ങാൻ മറന്നുപോയി. വെറുതെ അവനെ മരുന്ന് പൊക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. താഴെ അവൻ അടിച്ചിട്ടു. ഓക്കെ, ഈ സമയത്തൊക്കെ ഭയങ്കര ഇതാണ്. അതായത് മീൻസ് നമുക്ക് കളി തുടങ്ങിയിട്ടുള്ളത് പടപടന്നുള്ള സ്ട്രോങ് ടീം എന്നൊക്കെ പറഞ്ഞു നിൽക്കുവാണ്. 2 പേര് ബാക്കിയുണ്ട്, കുഴപ്പമില്ല, അവനെ ഞാൻ വണ്ടാപ്പിട്ട് അടിക്കുക എന്നൊക്കെ വിചാരിച്ച് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ ബായ് ഫസ്റ്റ് റൗണ്ടിൻ്റെ ഏസ്, ഈ പുള്ളി ഇന്ന് പാഗൽ ബാബ് ബോയ് ഫസ്റ്റ് റൗണ്ടിൻ്റെ ഏസ് അടിച്ച് നമ്മളെ കില്ലടത്തിനും കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, അടിപൊളി. ഞാനും ഭയങ്കര സന്തോഷത്തിലായി. ചാർജായി നമ്മൾ ചാർജായി. ഇനി വിഷയമില്ല, ബായ് നോക്കിക്കോളും. ബായ് പ്രോയാണ്. ഓക്കെ, അങ്ങനെ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുള്ളി നിൽക്കുകയാണ്. ഈ സമയത്തൊക്കെ ഞാൻ മൈക്ക് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഭായിമാർക്ക് സംസാരിക്കുന്നുണ്ട്. ഈ ഭായിമാരെല്ലാവരും ആദ്യം അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ മെല്ലെ ഈ മൈക്കുകളൊക്കെ ഓഫാവും. അതിന് കാരണം ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എന്ത് ഞാൻ എന്ത് ചെയ്യും, ആ ഏസറത്തിൻ്റെ ആവശ്യത്തിലാണ് ഞാനീ പോകുന്നത് കേട്ടോ. കാരണം സപ്പോസ് നമ്മൾ വീണ് പോയി കഴിഞ്ഞാലും ബായ് ഒറ്റയ്ക്ക് എടുക്കാൻ പുള്ളി വില്ലിങ് ആണ് എന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ഈ വഴി ഇങ്ങനെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ഗൈസ്, എനിക്ക് ആവേശം കയറി കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ് ഗൈസ്. ഞാനിങ്ങനെ പോവും. അത് മുമ്പിൽ എനിമി ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ പോകും. അതൊക്കെ കണ്ടോ, ഓൾറെഡി അവിടെ ഒരു നോക്ക് വീണു, 2 നോക്ക് വീണു. അവിടെ നമ്മുടെ ഒരു ടീമേറ്റ് നോക്കായി കിടപ്പുണ്ട്. സെറ്റ്. ഓക്കെ, ഞാനോടി അവിടെ തീ ഞാൻ കിട്ടുള്ളൂ. ഞാൻ ഈ തീ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഇത് ടീം സപ്പോർട്ടിനോട് പറ്റിയൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓസ്കാർ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. ടീം എന്ന് പറഞ്ഞാൽ നമുക്ക് ടീംമേറ്റിനോട് കുറച്ച് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഫ്രണ്ട് ഒരു ഫൈറ്റൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ ആ സംഭവം സെറ്റാണ്. ഇതിലൊക്കെ ഞാൻ 2 കില്ലെടുത്തായിരുന്നു കേട്ടോ. അത് ആക്ച്വലി ഈ സെഷൻ ഞാൻ കുത്തി പിടിച്ചതാണ്. അവന്മാരെ കൂടെ അത്യാവശ്യം അടിച്ച് ഇതാക്കി വെച്ചേക്കുവാണ്. അതുകൊണ്ട് വലിയ ക്രെഡിറ്റ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. എന്തായാലും 2 കില്ല് ഞാൻ ആ വഴിക്ക് ഞാനിങ്ങനെ സ്കീറ്റുണ്ട്. എന്നിട്ട് ഞാനവിടെ നിന്ന് കേട്ടോ, തലയ്ക്ക് മേലെ കണ്ട സ്വർണ്ണ കളറൊക്കെ കണ്ട തിളങ്ങി നിൽക്കുന്നത് കേട്ടാ. അങ്ങനെ നമ്മളവിടെ ഇങ്ങനെ ചാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി പ്രോസം കാണിച്ചുകൊണ്ടിരിക്കും. ഇതിലിപ്പം ഞാനാണല്ലോ മെയിൻ ഈ റൗണ്ടിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ആ ഒരു പവർ കൂടും കഴിച്ചു. അവിടെ ഒരു കഴപ്പ് നമുക്ക് വരും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ ചാടി നേരത്തെ പിന്നെയും പോവുകയാണ്. ഇപ്പോൾ 2-0 സെറ്റ്. അതായത് മീൻസ് അസാധാരണമായ രീതിയിലാണ്, പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ചാടി പോവുകയാണ്. അപ്പോൾ അപ്പുറത്തെ ടീമും അവരെന്തൊക്കെയാണ് തത്തയ്ക്കുള്ളിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു തീയം കൊടുത്തു ഓൾറെഡി. അവിടെയുള്ള എല്ലാവർക്കും ഈ ഡാമേജ് കിട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ട് കൊടുത്തു. പക്ഷേ അത് നന്നായി. അതിൻ്റെയൊക്കെ ഒരു നോക്ക് കിട്ടി. പിന്നെ ഒരു ഫ്രീസർ എറിഞ്ഞിട്ട് കൊടുത്തു. ഇവിടുന്ന് ഇത് ക്ലിയറാക്കി. പക്ഷെ അപ്പോഴേക്കും എനിക്കൊരു അടി കിട്ടി. പക്ഷേ ആ ഒരു പെണ്ണ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഈ പെണ്ണ് തീരില്ല. എവിടുന്നൊക്കെയാണ് ചാടി പറഞ്ഞതൊരു എടുത്തുമില്ല. പക്ഷെ ഭായിമാർ അവളെ പിടിക്കാൻ വേണ്ടി പാഞ്ഞു പോകുന്നുണ്ട്. എത്ര പേരെ അറിയിപ്പോൾ ഇവർ കില്ലെടുക്കുന്ന ആക്രാന്തമാണ്. അതിനെ അടിച്ചുകൊണ്ട് 3-0 ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇത്രയും നല്ല മികച്ച ലീഡ് നമുക്കിനി കിട്ടാനില്ല. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഭായിമാരുടെ ആക്രമണം. ഒരു ആക്രമണത്തിൽ ഇവർ പോകുന്നത്. പക്ഷേ ട്വിസ്റ്റ് ഇവിടെ അങ്ങോട്ടല്ല. ഇനിയാണ് അങ്ങോട്ട് ട്വിസ്റ്റ്. നിങ്ങൾ ഇതിനകത്ത് അവരുടെ ഡാമേജ് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. അതായത് ഇതിനകത്ത് ആക്ച്വലി എനിക്ക് മാത്രമേ ഡാമേജ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ഡാമേജ് ഉണ്ട്. ഇവർക്ക് 1800 സംതിങ് ഒക്കെ ഉള്ളൂ എല്ലാവർക്കും കൂടി ചേർന്നിട്ട്. ആ ഏസ് എടുത്ത ബൈക്ക് ഒരു അത്രേ ഉള്ളൂ. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യം നോക്കിയിട്ട് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതെന്താ കളിക്കുന്നത്. അപ്പം നോക്കുമ്പോൾ സമയത്ത് ഇതിൽ ബാപ്പ് ബായി മാത്രം ആദ്യത്തെ ഏസ് ഉൾപ്പെടെ കളിക്കുന്നുള്ളൂ. ബാക്കി 2 കളിക്കുന്നുമില്ല. അത് ഞാൻ പിന്നെ ശ്രദ്ധിച്ചു. എല്ലാവരും എൻ്റെ ഈ തീ ഡാമേജ്, അത് മീൻസ് ഞാൻ കൊടുക്കുന്ന യെസ് ഗൈസ്, ഒറ്റയടിക്ക് അങ്ങനെ നമുക്ക് പറയാം. എൻ്റെ കില്ലൊക്കെ ഈ തെണ്ടിൽ കുമ്മിക്കൊണ്ട് പോകും. അത് ഞാൻ അറിഞ്ഞില്ല. അത് ഞാൻ ഈ സമയത്താണ് അറിഞ്ഞത്. ഞാൻ ചാടി വന്നു ആ പൊണ്ണിട്ട് ഫ്ലക്സിന് ഒരു അടി കൊടുത്തു. ഇവിടെ മുതലാണെങ്കിൽ മിസ്റ്റേക്ക് വരുന്നത്, ഒരു വൻ മിസ്റ്റേക്ക് എനിക്കിവിടെ പറ്റി. അവനെ അടിച്ചിട്ട് ഞാൻ ഇവനെ പൊക്കി പൊക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കോണം. എന്നിട്ട് ഞാൻ ആ കില്ലങ്ങ് അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് അവൻ അടിക്കാൻ വേണ്ടി നോക്കിയവൻ പറ്റി, അവനോട് ഗ്ലൂ ഇട്ടു. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ അവിടുന്ന് ഓടിക്ക് ഫ്രണ്ട് വന്നപ്പോൾ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു. അവനെ അടിച്ച് നോക്കിയിട്ട് അവനെ അടിച്ച് ഫിനിഷ് ചെയ്തു ഗൈസ്. ഇവിടെയാണ് പറ്റിപ്പോയി. അപ്പുറത്തെ ഗ്ലൂട്ടറില്ല, അവൻ ഇപ്പുറത്തേക്ക് പോയില്ലായിരുന്നു ഗൈസ്. അവൻ ആ വിടവിനിടയ്ക്ക് പമ്മിയിരിക്കുമായിരുന്നു. ആ പമ്മി ബാക്കിൽ നിന്ന് തന്നെ അടിച്ചിട്ട് ഗൈസ്. ഇനി 1v1 സിറ്റുവേഷനാണ്. ബട്ട് സ്റ്റിൽ ആ ബൈ മൂടും കുത്തി വീണു. അങ്ങനെ ആദ്യമായിട്ടൊരു റൗണ്ട് നമ്മളെ കൊണ്ട് തലച്ചു. എനിക്കൊരു അബദ്ധമാണ്. ഞാൻ വിചാരിച്ചു പറഞ്ഞു ഞാൻ പുറത്തിറങ്ങി ഓടിയെന്ന് വിചാരിച്ചത്. പക്ഷേ എന്നെ ചതിച്ചതായിരുന്നു ഗൈസ്. ഇവൻ പമ്മിപ്പോയി.
അങ്ങനെ ഇപ്പം 3-1 സിറ്റുവേഷനിലായി. കുഴപ്പമില്ല, എന്നാലും നമ്മൾ സേഫാണ് എന്നുള്ള നിലയിലാണ് ഞാനീ കുത്തി നിൽക്കുന്നത്. ഇനി ഉണ്ട് റൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ എടുക്കും. ആ ഒരു മൈൻഡ് സെറ്റിലാണ്. ബായ്മരമൊക്കെ ഒരു റൗണ്ടല്ലേ, കുഴപ്പമില്ല, ബായിക്ക് പറ്റിപ്പോയി എന്നൊക്കെ ഞാൻ വിചാരിച്ചു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ റൗണ്ടിൽ 2 റൗണ്ടിലും ഈ ഓപ്പോസിറ്റ് ടീമിനും കിട്ടുന്ന സാധനങ്ങൾക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാകുമല്ലോ. നമ്മളത് ജയിച്ച് പോകുന്നത്. പക്ഷേ അവന്മാരുടെ കറക്റ്റ് തോക്ക് സാധനങ്ങൾ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മുടെ പണി വാളുന്നത്. ഇവൻ മാസ് ബായിക്ക് പറ്റിപ്പോയ ആളാണ്. ഫസ്റ്റിലെ കേസ് തന്നെ എങ്ങനെ കിട്ടിയെന്ന് എനിക്കൊരു പിടുത്തമില്ല. എൻ്റെ കില്ലുൾപ്പെടെ അവർ കൊമ്മിക്കൊണ്ട് പോയിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇവിടുത്തെ അവിടെ ചെന്നിട്ട് അവിടെ പൊരിഞ്ഞടി കിടക്കും. പിന്നെ ഫ്രണ്ടിൽ തീയം കിട്ടി കൊടുത്തു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു നോക്ക് വീഴുന്നു, അത് പൊങ്ങുന്നു. ബട്ട് ഈ ബായ എന്ന് പറഞ്ഞാൽ എതിർ നോക്കിടും, പക്ഷേ ഫിനിഷ് ആക്കുന്നില്ല. അതുകൊണ്ട് അതിനിടയ്ക്ക് ഒരു ഓസ്കർ പോയി ഞാനടിച്ച് ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഞാൻ അടിച്ച് ഫിനിഷ് ചെയ്തിട്ട് അവനെ പൊക്കിയിടാൻ പൊങ്ങി അവന് ഡ്രോൺ ഇട്ട് കൊടുത്തു. ആക്ച്വലി ഗൈസ്, ഈ റഷ്യായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രോൺ ഇട്ട് കൊടുക്കുന്ന പരിപാടി ഭയങ്കര ദുരന്തമാണ്. അത് ശരിയല്ല. അത് പൊങ്ങി വരുമ്പോഴേക്കും ഒന്നാമത്തെ കാര്യം എനിമീസിനത് കാണാൻ പറ്റും. അവന്മാരൊന്ന് നൈസായിട്ട് പ്ലക്കിയിട്ട് അങ്ങ് പോകും. ഇപ്പോൾ നോക്കി 2-3 സേഫാണ്, സിറ്റുവേഷൻ സേഫാണ്. 3 പേരുണ്ടല്ലോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എനിമി നോക്കി നടക്കടി. യവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനിമി കണ്ടു കഴിഞ്ഞാൽ മാർക്ക് പോലും ചെയ്ത് തരത്തില്ല എവിടെയാണ് എനിമി എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്നത് അവിടെ ഒരു നോക്കുകയുള്ളൂ. അപ്പോൾ ഇനി മനസ്സിലായി അവിടെ എനിമി ഉണ്ട്. ഞാനാണെങ്കിൽ ഈ ഫുഡ് സ്റ്റെപ്പ് കൊണ്ട് ഓടിച്ച് തരുമ്പോൾ ഒരുത്തൻ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ചാടി തലമുണ്ടക്കിട്ട് കൊടുത്തു, അവനടിച്ച് പൊട്ടിച്ചു. അവനടി പിടിച്ച് കില്ലും ചെയ്ത് ഓടുന്ന സമയത്ത് കാരണം ബാക്ക് ചെയ്ത് കിട്ടി. അവിടെ ആളുള്ളത് എനിക്കറിയില്ല. ഞാനൊരു ഗ്ലൂ ഇട്ടിട്ട് ഞാൻ ആക്ച്വലി ഇതിൻ്റെ ബാക്കിലേക്ക് പോകാനെ വിളിച്ചു. അപ്പോഴേക്കും ഇവിടെ വന്ന് കഴിഞ്ഞു. ഞാൻ ആ തീയിട്ടിട്ട് അത് ഏറ്റതുമില്ല. കിട്ടി, ബാക്കിൽ നിന്ന് കിട്ടി. എന്ത് കഷ്ടമാണ് കഴിച്ചത്. എനിക്ക് ആക്ച്വലി ഇവന്മാരൊന്നും മാർക്കിംഗ് ചെയ്തെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് മനസ്സിലാവും. അതും ഇല്ല, ഇതും ഇല്ലാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യും? എനിക്കൊക്കെ വിഷമായിപ്പോയി ഗൈസ്. അത് ബാക്കിൽ നിന്ന് കിട്ടി. ഇപ്പം 3-2 ഇനി കുഴപ്പമില്ല, പോട്ട്. ഇനിയും ഉണ്ടല്ലോ നമുക്ക് 2 റൗണ്ട് കൂടി ഇല്ലേ? അല്ല 2 റൗണ്ട് കൂടി ഉണ്ടോ നമുക്ക്? ആ 2 റൗണ്ടാണ് നമ്മൾ തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ റൗണ്ടും ഇതിനടുത്ത് വരുന്ന റൗണ്ടും. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അപ്പോൾ ശരി, അടുത്ത റൗണ്ട് സ്റ്റാർട്ടായി. ഞാൻ ഈ സൈഡിൽ പാഞ്ഞ് പോകണം. എനിക്ക് അവിടെ നല്ല അടിയൊക്കെ കിട്ടുന്നുണ്ട്. അത് ഡെയിലി എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ കിട്ടാറുണ്ട് ഗൈസ്. എനിക്കറിയാം ഈ വഴി പോകുമ്പോൾ നല്ല പ്ലേസൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ അടിച്ചിടും. പക്ഷേ എനിക്ക് ശീലമായിപ്പോയി ഗൈസ്. ഞാൻ ആ വഴിയേ പോകത്തുള്ളൂ. ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ 2 നോക്ക് വീണു. നമ്മുടെ അവിടെ ഇവന്മാർ ചുമ്മാ ഓപ്പൺ നിൽക്കുന്ന ഒരൊറ്റ കില്ല് പോലെ തെണ്ടുകൾ എടുത്തിട്ടില്ല. ആ പാകലിൽ പാപ്പ് ഒഴിച്ച് ബാക്കി ഒറ്റ ഒരു കില്ല് പോലും എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ അവിടെ ഇവിടുന്ന് ആരെങ്കിലും പോകുമ്പോൾ അടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആരും അടിച്ചില്ല. ഇവിടെ വെച്ചൊരിക്കലും മണ്ടത്തരം പറ്റുന്നുണ്ട് ഗൈസ്. കാണിച്ചു തരാം. ഇവിടുന്ന് അവിടേക്ക് വന്നിട്ട് ആ പെട്ടിയുടെ ഡെലിവറി സംബന്ധിക്കും. സ്വാഭാവികമാണ്, ഒരു റഷ്യയിലും ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവൻ ഞാൻ VSS വെച്ച് കുത്തി അങ്ങിട്ടു. എനിക്ക് വേറെ പ്രശ്നം പറഞ്ഞാൽ ഈ റൗണ്ടിൽ ഞാൻ വെസ്റ്റും ഹെൽമെറ്റും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. VSS UMP മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അതൊരു പ്രശ്നമാണ്. ഞാൻ ഓടി ഇവിടെ വന്നു. ഇവിടെയാണ് എനിക്ക് പറ്റിപ്പോയത്. അതായത് അവനെ പൊക്കി ഇവിടെ ഓൾറെഡി അവിടെ ആൾ പോയായിരുന്നു. നിങ്ങളൊരു കാര്യം അറിയിക്കണം, അവനെ പൊക്കി വിടാൻ വേണ്ടി അങ്ങോട്ട് ആൾ പോയിട്ട് എൻ്റെ ആ ഓപ്പോസിറ്റ് സൈഡിലും വീട്ടിൽ മേലേക്ക് ആൾക്കാരുണ്ട്. ഇവന്മാരൊരൊറ്റ കില്ല് പോലെ ഫിനിഷ് ചെയ്ത് തരികയോ ഒന്നും ചെയ്തിട്ടില്ല. ആ വഴി ആൾ പോലും ഒന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. കണ്ടോ, ഞാൻ ഈ വഴി അത് ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഓടിച്ച് നിർത്തി അവൻ നന്നാക്കിയിട്ട്. ഞാൻ ശ്രദ്ധിച്ച പോലുമില്ല ആ ചെറുക്കോട്ടുള്ളവർ. അവൻ വെള്ളബണ്ടിലാണ് ഞാൻ ഒട്ടും ശ്രദ്ധിച്ചില്ല. അവൻ ചെയ്യാൻ അവൻ പ്ലക്കി വിട്ടെന്നെ. ഇനി 3-3 സുഖമായിട്ട് കയ്യിലിരുന്ന റൗണ്ടിന് ഞങ്ങൾ ഈ പരിവാക്കിയിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ മൈക്കോളൊക്കെ ഞാൻ പറയുന്നത് ബൈ 2 കളിക്കുന്നില്ല, 2 0 കില്ലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഡാമേജ് തന്നെ 500 അപ്പോൾ ഞാൻ പറഞ്ഞു, ബൈസ് നിങ്ങൾ ഒരാൾ എൻ്റെ കൂടെ നിൽക്കുക, ഒരാൾ ആ ബാപ്പിൻ്റെ കൂടെ പോകുക, കുഴപ്പമില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എടുക്കുക, സപ്പോർട്ട് ചെയ്താൽ മതി, എടുക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ ഇപ്പോൾ പറ്റണമെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമേ നല്ല പണി കിട്ടും ഗൈസ്. ഇപ്പോൾ നോക്കിയോ, ഞാനിങ്ങനെ പോകുന്നുണ്ട്. കാരണം ആ കൂടെ വരുന്ന ചെറുക്കില്ല സംഖ്യ, അവനെ കൊണ്ടാണ് ഞാൻ പോകുന്നത്. അവനെങ്കിൽ ഇല്ലെന്നുമില്ല, അവൻ സപ്പോർട്ട് ചെയ്യാൻ കൊണ്ടുപോയത്. അവൻ ആദ്യമേ കയറിയങ്ങ് പോയി. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് അവനടിച്ച് നോക്കിട്ടു. പിന്നെ നോക്കിയിട്ട് ഞാൻ ആ തീയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു. കാരണം അത് ഫിനിഷാകാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ സാധനം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഗായ്സ്, ഞാൻ വിചാരിച്ചിട്ട് യവന്മാർക്ക് ആ തീയൊക്കെ ഇട്ടങ്ങ് കൊടുക്കുമ്പോൾ യവന്മാരെ കൂടെ അവിടെ പോയി ഫൈറ്റ് എടുത്ത് എല്ലാവർക്കും പിന്നെ ഒഴിച്ച് പോകുമല്ലോ, അങ്ങനെ വിചാരിച്ചത്. ഞാൻ പിന്നെ ഒരു തീയും ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പിന്നെ നോക്കായി ഒരുത്തൻ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് റഷ് ചെയ്ത് കയറുന്നപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ആളില്ല. അവിടെ ഞാൻ ശശിയായി പോകുന്നത്. ഞാൻ പെട്ടെന്ന് അവിടെ അണസ്റ്റോട് ചാടി കയറി വരും. ഗെയിം സെറ്റായില്ല. തലക്കിട്ട് കിട്ടി, പക്ഷേ കുറച്ചേ കിട്ടിയുള്ളൂ ഗൈസ്. അപ്പോഴേക്കും ഞാനങ്ങ് വീണുപോയി. അതോടുകൂടി കളി തീർന്നു. 4 തീർന്നു, തോറ്റു. പക്ഷെ എന്ത് പറയും ഗൈസ്, എന്ത് ചെയ്യും? അപരാധങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്.